കുറച്ച് ദിവസത്തിന് ശേഷം ഇന്നതേ മീൻകാരൻ ചേട്ടൻ ഇന്ന് മീൻ മേടിച്ചു കൂട്ടാ. ശീലാവാണ് കിട്ടിയത്. അപ്പോൾ വേറെ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ശീലാവ് എടുത്തു. കാരണം ആ ചേട്ടൻ പറഞ്ഞു പാലൊക്കെ പിഴിഞ്ഞ് വെച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ അന്നങ്ങനെ മേടിക്കാമെന്ന് വിചാരിച്ചു. ചിന്ന ചാളയും പിന്നെന്തായിരുന്നു കരിമീനൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് എഡിറ്റ് ചെയ്ത സമയത്ത് അത് മിസ്സായി പോയി. അപ്പോൾ അതുകൊണ്ട് കുറേ വിശേഷങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള വിശേഷങ്ങളൊക്കെ എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ അതെ സ്റ്റീവ് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഞാൻ മുറ്റടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നല്ലോണം ഡ്രൈ ആയിട്ടാണ് കിടക്കണത്. നല്ല രീതിയിൽ പൊടി നമ്മുടെ അകത്തേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചിട്ടു, ലൈറ്റായിട്ടൊന്ന് നനച്ചിട്ടു. പക്ഷെ സ്റ്റീവ് സമ്മതിക്കണ്ടായിരുന്നില്ല. അവൻ ആ പൈപ്പ് കിട്ടാൻ വേണ്ടി വാശി പിടിച്ചിരിക്കായിരുന്നു. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പൈപ്പ് സ്ലോലി ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അതും പിടിച്ചിട്ടാണ് അവൻ്റെ അവിടെ നിൽപ്പ്. അപ്പം ഇനി നല്ല രീതിയിൽ ഇപ്പോൾ ഇല കൊഴിയുന്നുണ്ട് കേട്ടോ. പുല്ലിൽ രണ്ട് സൈഡിലും നല്ല രീതിയിൽ ഇല കൊഴിയുന്നുണ്ട്. ഇപ്പം 2-3 ദിവസമായിട്ട് പുല്ലുമേത്ത് അടിക്കൽ കുറവാണ്. കാരണം പുല്ലുമേത്ത് അടിക്കാൻ കുറേ അധികം നേരം എടുക്കും. അപ്പോൾ ഒരു വൈകുന്നേര സമയത്ത് ടൈമുള്ള സമയത്ത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനത്തെ മീന് ഇനി ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ വറക്കാം, കറി വെക്കാം എന്നൊക്കെ വിചാരിക്കണേ. മാങ്ങിയിട്ട മീൻ കറി വെക്കാം, പിന്നെ മീൻ വറക്കാം. അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ്. അപ്പോൾ സ്റ്റീവിനെ ഇതിപ്പോൾ ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് എത്തിയേക്കണേ. മുറ്റൊക്കെ അടിച്ചു വാരി പിന്നെ സ്റ്റീവിനെ കുളിപ്പിച്ച് അവൻ മൊത്തം നനഞ്ഞ് കുളിച്ചൊക്കെ ഇരുന്നായിരുന്നേ. ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. ഇതൊക്കെ എൻ്റെ ഒന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു വിഷമമായിരുന്നു എന്നല്ല, വിഷമമാണ്. കാരണം ഞാൻ രാവിലെ തുടങ്ങി കുറേ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി എടുത്തായിരുന്നു. അപ്പം അങ്ങനെ അതേ മീന് ഒന്ന് വരഞ്ഞ് കുറേ വറക്കണില്ല, കുറച്ച് മീനും മീൻ കറിക്കാണെങ്കിലും ചില മീൻ വലുതാണ് വലിപ്പമുണ്ട്. അപ്പം അത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് ഇടണുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് മൂവാണ്ടൻ മാങ്ങയും പിന്നെ വേറൊരു ടൈപ്പ് മാങ്ങയും കൂടി ഇരിക്കുന്നുണ്ട്. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ മൂവാണ്ടൻ മാങ്ങ ഇടാമെന്ന് വിചാരിക്കണേ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഇപ്പം എന്തായാലും വേഗം എൻ്റെ പണികൾ വേഗം തീർക്കാം എന്ന് വിചാരിക്കേണ്ട. സ്റ്റീവ് ആണെങ്കിൽ അകത്ത് ഇപ്പം TV വെച്ച് കൊടുത്തേക്കാം. അപ്പോൾ ആള് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇഞ്ചി, സവോള, പച്ചമുളക്, മാങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണയൊക്കെ വെച്ച് തിരുമ്മി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വറക്കാനുള്ള മീനും മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി വേഗം വറുത്തെടുക്കാം. ഇനി തേങ്ങ പൊതിച്ച് ചിരവണം. തേങ്ങ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചിരവാറില്ല, അങ്ങനെ കുത്തിയെടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെന്താ, നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും എടുത്തിട്ടുണ്ട്. ബീൻസ് അല്ല അമരപ്പയർ. അപ്പോൾ അതും ഒക്കെ ഒന്ന് അരിഞ്ഞൊന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. ഇത് നല്ല രസം. എനിക്ക് ഇത് കട്ട് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ സ്ക്വയറായിട്ടിരിക്കണതുകൊണ്ട്, സ്ക്വയർ മീൻസ് ഇങ്ങനെ പരന്നിരിക്കണ കാരണം കട്ട് ചെയ്യാൻ നല്ല രസമാണ്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ പടപടേന്ന് പറഞ്ഞ് കട്ട് ചെയ്യാം. കൂടുതലായിട്ട് എനിക്ക് കട്ടിങ് ബോർഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്യാനാണ് ഇഷ്ടം. കുറേ പേര് ചോദിച്ചായിരുന്നു, നമ്മുടെ അന്ന് സവോള ഞാൻ കട്ട് ചെയ്ത് കാണിച്ചപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു നമ്മുടെ ചോപ്പർ എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. ഇത് പ്രീതി സോഡിയാക്കിൻ്റെ 2.0 ആണ് എൻ്റെ മിക്സർ ഗ്രൈൻഡർ. അതിൻ്റെ കൂടെ തന്നെയുള്ളൊരു ജാറാണ് കേട്ടോ അത്. അപ്പം അത് മാസ്റ്റർ ഷെഫ് ജാർ എന്നാണ് അവർ പറയണത്. അതിൽ നമുക്ക് തേങ്ങയല്ല ചപ്പാത്തിക്ക് കുഴയ്ക്കാം. പിന്നെ ഒരു 3 ടൈപ്പ് ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡിൽ പല സൈസിൽ നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ മൾട്ടി പർപ്പസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ചെയ്യാം. പിന്നെ കുറേ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനും ചോപ്പ് ചെയ്തെടുക്കാനും ഒക്കത്തിന് നല്ല ഉപകാരത്തിൽ പെടുന്നൊരു സംഭവമാണ്. പിന്നെ സൗണ്ട് ഇച്ചിരി കൂടുതലുണ്ട് മോട്ടർ വർക്ക് ചെയ്യണതിൻ്റെ, അത്രേ ഉള്ളൂ. പക്ഷെ എന്തായാലും നല്ല ഉപകാരത്തിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഉപകാരത്തിൽ ഉള്ളൊരു സംഭവം തന്നെയാണ്. അപ്പം അങ്ങനെ മീൻ ഫ്രൈ ചെയ്യൽ ഏകദേശം തീർന്നിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ ഉപ്പേരിയും കൂടി ഉണ്ടാക്കാം. അപ്പം ഞാൻ തേങ്ങ കുത്തിയെടുത്തായിരുന്നു മീൻ കറിക്ക് വേണ്ടി. അപ്പം ഇതിലേക്ക് ഞാൻ അതിൽ നിന്നൊരു ഇച്ചിരി എടുത്ത് ചിരവിയിലേക്ക് ഇടാമെന്ന് വിചാരിക്കണം. കുറേ ദിവസമായി ചിരവയിലിരുന്ന് ചിരവിയിട്ട്. എൻ്റെ നിന്ന് ചിരവ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ചിരവലൊക്കെ കഴിഞ്ഞു. മീൻകറിക്കുള്ള സെറ്റപ്പൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും ഒരു തേങ്ങ പൊതിച്ചു കൂട്ടാം, എന്നിട്ടാണ് ഇതിലേക്ക് കുത്തിയെടുത്തത്. കാരണം ഒരു തേങ്ങ ആദ്യം പൊതിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തേങ്ങ എടുത്തപ്പോൾ ബാക്കി ഒരു തികയായി ഫീൽ ചെയ്തു.
this is a good a day as any to start the rebuilding of life. The roads that lay open are many when the old one's gone under the knife. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തുണികളൊക്കെ ഞാൻ 1-2 ട്രിപ്പ് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുകയാണ്. അത് കൈയോടെ തന്നെ മടക്കണം. ചില ദിവസങ്ങളിൽ ഞാൻ ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് മടക്കാനൊരു ഇതില്ല. എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടെന്ന് കുറച്ച് നേരം ഇരിക്കണം എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച് ഇരുന്നുകൊണ്ട് മടക്കുക എങ്ങനെ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ തീരില്ല. അപ്പോൾ ഞാൻ ഇനി തുണികളെല്ലാം കൂടി വാരിപ്പറക്കി കൊണ്ടുപോയി സ്പോട്ടിൽ തന്നെ മടക്കാൻ പോവാണ്. റൂമിലേക്ക് കൊണ്ടുപോയില്ല. റൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ റൂമിൽ തന്നെ ചിലപ്പോൾ അവിടെ കിടക്കട്ടെ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആവാന്നുള്ളൊരു ചിന്ത വരും. അപ്പം അതുകൊണ്ട് ഞാൻ ഹാളിലേക്കാണ് കൊണ്ടുവന്നേക്കണം. അപ്പം സോഫയുമ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് മടക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. Excuses were 2 for a penny, but they've all gone out the window of this car. And when I feel the wind on my face, all that ever was is a race. Today and not tomorrow, there's no time to borrow. Today, well, something's gotta give. Today is a good day. Today and not tomorrow, there's no time to borrow. Today, well, something's gotta give. Today is a good day to live. അപ്പോൾ വൈകുന്നേരം സണ്ണിയേട്ടൻ പുറത്തേക്ക് പോയപ്പോൾ ഇങ്ങനൊരു ചട്ടി കണ്ടപ്പോൾ മേടിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. എനിക്ക് സർപ്രൈസ് ആയിട്ട് മേടിച്ചുകൊണ്ടെന്നതാണ്. ഞാൻ മുമ്പൊക്കെ ഇങ്ങനെ വിൽക്കണ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എന്താ നമുക്ക് ദോശ ഉണ്ടാക്കാം, ചപ്പാത്തിക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് 50 രൂപയായിരുന്നു റേറ്റ്. അപ്പോൾ അത് മേടിച്ചിട്ട് വന്നു. അത് മയക്കാൻ മതി, ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞേക്കണേ. അപ്പോൾ ഇത് 50 രൂപയാണ്, റേറ്റിൻ്റെ അല്ല. പക്ഷെ നല്ലതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. വെറുതെ വെള്ളം ഒഴിച്ച് തന്നെ തിളപ്പിച്ചാൽ മതിയോ, അതോ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഇങ്ങനെ കണ്ടെടുക്കണേ. ഇത് പൊട്ടിപ്പോവോ, എനിക്കതാണ് പേടി. കാരണം എൻ്റെ അടുത്ത് മുമ്പ് ഒരു ചട്ടി ഉണ്ടായിരുന്നു, പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനിപ്പോൾ ചൂട് വന്നാൽ പൊട്ടിപ്പോവോ എന്നുള്ളൊരു ഉൾഭയൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ഒന്ന് ഇപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതനുസരിച്ചിട്ട് വേണമെങ്കിൽ മയക്കണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ. സംഭവം എന്തായാലും കാണാനൊക്കെ രസമുണ്ട്, യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ ഇനി ഗ്രേസ് സ്കൂളിൽ നിന്ന് വരേണ്ട സമയം ആവാറായിട്ടാണ്. അപ്പോൾ ഇനി ഗ്രേസിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. യക്ഷി പോണവരുണ്ട്. ആ ചിരി കൂടി ചിരിച്ചോ. വെള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. ശരിക്ക് ഇനി പറഞ്ഞ ചിരി വരില്ല, അങ്ങനെ വരില്ല, നാച്ചുറലായിട്ട് വന്നത്. അപ്പം അങ്ങനെ ഗ്രേസ് ഉറങ്ങി. സ്റ്റീവ് ഉറങ്ങാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്.
വീഡിയോ അവസാനിപ്പിക്കാൻ കേട്ടോ. ആക്ച്വലി ശരിക്കും ഞാൻ രാവിലെ എണീറ്റപ്പോൾ തുടങ്ങി വീഡിയോ എടുത്തായിരുന്നു. വീഡിയോ എടുത്തു മീൻസ് രാവിലത്തെ തന്നെ മോർണിംഗ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. വർത്താനൊക്കെ പറഞ്ഞു. നമ്മുടെ മീൻകാരൻ ചേട്ടൻ എന്നോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞൊക്കെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു മീനൊക്കെ മേടിക്കുന്നത്. പക്ഷേ ഞാനത് എൻ്റെ ഒരു കുറച്ച് കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റോറേജ് സ്പേസിന് പ്രശ്നമൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ തൂങ്ങി വർത്താനമാണ്. അപ്പോൾ ആ ഡിലീറ്റ് ചെയ്തപ്പോൾ ഞാൻ ആ ഒരു എന്തോ ഒരു അശ്രദ്ധക്കുറവിൽ ഞാൻ എടുത്ത വീഡിയോസൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. അത് ഫുള്ളും എൻ്റെ ഇതിൽ നിന്ന് ഫുൾ ക്ലിയർ ചെയ്ത് അങ്ങോട്ട് കളഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ബോധം വന്നത്. ഞാൻ ചെയ്തത് മണ്ടത്തരമായി. കുറേ വീഡിയോ ക്ലിപ്സും കുറേ വിശേഷങ്ങളൊക്കെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി ആ അശ്രദ്ധ ഞാൻ ഉണ്ടാക്കാണ്ടിരിക്കാൻ ശ്രമിക്കാം. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം കേട്ടോ. ശരിക്കും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അതിന് ശേഷം. കാരണം ഞാൻ ഉച്ചവരെ ഫുഡ് ഉണ്ടാക്കണതിൻ്റെ ആ ഒരു ഇതുവരെ ഞാൻ അത്രയും കുറേ കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പിന്നെ അതൊക്കെ സാരില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. ഗ്രേസ് ഉറങ്ങി, പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെന്താ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഹാപ്പി വാലന്റൈൻസ് ഡേ. നാളെ വാലന്റൈൻസ് ഡേ ആണ്. ഇന്ന് തലേദിവസം, ഇന്ന് 13-ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ബൈ ബൈ.